നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുഹൂർത്ത സമയമായില്ലേ പൂജാരി? ആയി. ഞാനതിപ്പോ പറയാൻ തുടങ്ങായിരുന്നു. ആദ്യം വരനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരിക. മാലതി, വരനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യൂ. ശരി അച്ഛ. അമ്മേ, വൈശാഖിനെ വിളിക്കാച്ച. അല്ല, അവളെവിടെ? നന്ദിനി? നന്ദിനിയേട്ടത്തി മൈഥിലിയുടെ അടുത്തല്ലേ അമ്മേ? ഓ, വരൻ മണ്ഡപത്തിൽ വരട്ടെ, എന്നിട്ട് വിളിക്കാം. അച്ഛ, വൈശാഖിനെ കൊണ്ട് എല്ലാവർക്കും ദക്ഷിണ ഒടിപ്പിച്ചോ? ഇല്ല, അതിപ്പോ നടത്താം. ഈ വെള്ളത്തിനിടയ്ക്ക് അതിനല്ലായിരുന്നല്ലോ സമയം. ജഗദീഷ് ചേട്ടന് ദക്ഷിണ ഒടിപ്പിക്കണേ. പിന്നെ ചേച്ചിയുടെ ഭർത്താവല്ലേ, വേണം. താലികെട്ടിന് മുമ്പേ ആ കാശന്റെ വരണം, അല്ലെങ്കിൽ കെട്ട് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അവനിത് ഇവിടെ പോയി. വൈശാഖേ, എടാ വൈശാഖേ. വൈശാഖേ, വാഷ്റൂമിൽ കാണുമായിരിക്കും. ഞാൻ നോക്കിട്ട് വരാം. ഇപ്പൊ വരും. പെണ്ണിനെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരട്ടെ. ചെറുക്കൻ വന്ന മണ്ഡപത്തിൽ ഇരുന്നിട്ട് മതി അക്കാര്യം. അല്ല, ആര് കൈപിടിച്ചു കൊണ്ടുവരും? അച്ഛനില്ലല്ലോ. എന്താ അച്ഛനില്ലാത്ത കുട്ടികളുടെ കല്യാണങ്ങൾ നടക്കാറില്ലേ? അച്ഛനില്ലാത്തത് കൊണ്ട് പെണ്ണിനെ മണ്ഡപത്തിലേക്ക് അമ്മ കൈപിടിച്ചു കൊണ്ടുവരും. നന്ദിനി, അമ്മേ, വൈശാഖിനെ കണ്ടായിരുന്നോ? ഇല്ല, അവൻ ആ ഡ്രസ്സിംഗ് റൂമിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവനോടെ ഇല്ല. പിന്നെ അവനോടെ പോയി? വൈശാഖിനെ ഓഡിറ്റോറിയത്തിന്റെ അകത്തും പുറത്തും ഒന്നും കാണാനില്ല. അതെ. ഓ, ഞാനിപ്പോ വരാം. സന്തോഷായില്ലേ? സന്തോഷായമ്മേ. കുഞ്ഞിനെ തരട്ടെ? അമ്മേ, ഞാനൊന്ന്. നാസിന്റെ കയ്യിൽ നിന്ന് നിന്നെ ഏറ്റുവാങ്ങിയത് ഞാനാ. ഇതുപോലെ തന്നെയാ നീയോ അന്ന് ഇരുന്നിരുന്നത്. ഇതേ ഛായ. എന്താ അച്ഛൻ കുഞ്ഞിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? മാറിയമ്മേ, താങ്ക്സ്. അമ്മയോടുള്ള ഈ നന്ദി എന്റെ മരണം വരെ ഉണ്ടാവും. എനിക്കൊന്ന് മൈഥിലിയെ കാണാവോ? പിന്നെന്താ, തീർച്ചയായിട്ടും ചെന്ന് കാണാം. നീയേ കുഞ്ഞിനെയും കൊണ്ടുപോയിക്കോ. കുഞ്ഞിനെ അവള് കണ്ടു കാണില്ല. കാണട്ടെ. ശരി അമ്മേ. ഈ പൊന്നോമന കുഞ്ഞിനെ എനിക്ക് തരാൻ എന്റെ മൈഥിലി എത്ര വേദന അനുഭവിച്ചത്. കാണുമ്പോഴേ അവളുടെ കവളിൽ ഒരു സ്നേഹ സമ്മാനം കൊടുക്കണം.
കുഞ്ഞിനെ ഇങ്ങതാ. ഈ ഒച്ചപ്പാടിനകത്ത് കുഞ്ഞിനെ കൊണ്ടുവരരുത്. കുഞ്ഞ് ജനിച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടില്ല. പതുക്കെ. മോനെ കാർത്തി, മോൻ വൈശാഖിനെ കണ്ടോ? അവൻ പോയി. അവൻ ഒറ്റയ്ക്കല്ല പോയത്. അവന്റെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. അവർ ഒരുമിച്ച് ജീവിക്കാനാ പോയത്. മറ്റൊരാളോ? അതെ, എന്റെ ഭാര്യ മൈഥിലി. എടാ, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം. നെഞ്ചു പൊട്ടി പറയുന്ന സത്യം. എന്റെ ഭാര്യ എന്നെ ചതിക്കുകയായിരുന്നു. അവളുടെ കാമുകനായിരുന്നു വൈശാഖം. അവനും അവളും കൂടി ഒളിച്ചോടി. കുഞ്ഞുങ്ങളെ കൂടെ താമസിപ്പിച്ചത് എന്നെ ചതിക്കാനായിരുന്നു. അല്ലേ അല്ലേ അമ്മായി? മോനെ അത് വൈശാഖും മൈഥിലും തമ്മിലുള്ള ബന്ധം നിനക്കറിയാമായിരുന്നു. അത് ഒറ്റ വാക്കിൽ ഉത്തരം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.